ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു 5 മിനിറ്റിനകത്ത് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ടുണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി 4 മണി പലഹാരമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് നോക്കാം എങ്ങനെയാണത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കപ്പിൽ തന്നെയാണ് ഞാൻ ബാക്കിയുള്ള പൊടികളൊക്കെ ഒന്ന് അളക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കപ്പ് തന്നെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന കപ്പ് ഉപയോഗിക്കുക. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് നമുക്ക് 1/2 കപ്പ് മൈദപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. എങ്കിലാണ് ആ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരത്തുള്ളൂ. അപ്പം ഞാൻ ആ മൈദപ്പൊടിയും കൂടെ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ കപ്പിൽ തന്നെ 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കുക. റവ നമുക്ക് വറുത്തതോ വറുക്കാത്തതൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വറുക്കാത്ത റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആദ്യം വേണ്ടത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം മറന്നുപോയി, പഞ്ചസാര. അപ്പം നിങ്ങൾക്കിത് പഞ്ചസാരയ്ക്ക് പകരം ശർക്കരപ്പാനി ചേർത്ത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ഇതിപ്പോൾ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഈ പൊടികളെല്ലാം ഇങ്ങനെ കുതിർന്ന് വരാൻ രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് വെള്ളമാണ് എനിക്ക് വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ആ 1 കപ്പ് വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടെ ഒഴിച്ചു കൊടുത്ത് ചിലപ്പോൾ അത് കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൊടി ഇടാൻ നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേശ്ശെ ഒഴിച്ച് അതൊന്ന് എന്താ പറയുക, ആ ഒരു കൺസിസ്റ്റൻസി കാണിക്കാം. ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് കാണിക്കുകയല്ലേ. അപ്പോൾ അതാ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ മാവൊക്കെ ഈ ഒരു രീതിക്കാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ സമയമുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കാം, ആ റവയ്ക്ക് ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇന്ന് ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് ഇതൊരു ഇൻസ്റ്റൻറ്റ് അപ്പായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുതിർക്കാനൊന്നും മാറ്റി വയ്ക്കുന്നില്ല, അങ്ങനെ തന്നെ ഞാൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇച്ചിരി വെള്ളം കുറവാണെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 4 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറയാൻ മറന്നുപോയി, ഞാൻ എടുത്ത വെള്ളം എന്ന് പറയുന്നത് ചെറിയ ചൂടുള്ള വെള്ളമാണ് കേട്ടോ. സാധാ പച്ചവെള്ളമല്ല എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ വലിയ വെട്ടി തിളയ്ക്കുന്ന വെള്ളമല്ല. ഒരു ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ ഈ മാവിനകത്ത് മാവ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ നമ്മുടെ മാവ് ഇവിടെ കണ്ടോ ഈ ഒരു പരുവത്തിനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ചുട്ടെടുക്കാം, അല്ലെങ്കിൽ വറുത്തെടുക്കാം. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്കൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ഏലക്കയുടെ കുരു അത് ചതച്ചിട്ടോ പൊടിച്ചിട്ടോ, അല്ലെങ്കിൽ ഏലക്കപ്പൊടി ആണെങ്കിൽ ഒരു 2-3 നുള്ള് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ എള്ള് ചെറുതായിട്ട് നമുക്ക് കഴിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് അല്ലേ, അപ്പോൾ അതും ചേർക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, കുക്കിംഗ് സോഡ, ബേക്കിംഗ് സോഡ, അപ്പക്കാരം എന്നൊക്കെ പറയും. അപ്പോൾ ഇതും കൂടെ ചേർത്താലാണ് നമ്മുടെ മാവൊക്കെ നല്ല ഇങ്ങനെ എന്താ പറയുക, നല്ല ഫ്ലഫിയായി നല്ല വീർത്തൊക്കെ വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ബേക്കിംഗ് സോഡ ചേർത്തത്. ഇപ്പോൾ കുറേ പേര് എന്നോട് പറയാറുണ്ട് ബേക്കിംഗ് സോഡ എന്തിനാ ചേർക്കുന്നത്, ചീത്തയല്ലേ എന്ന്. പക്ഷെ നമ്മൾ ഇതുപോലത്തെ ഒരു പലഹാരം ഇന്നും ഉണ്ടാക്കി കഴിക്കുന്ന നല്ല ആൾക്കാരല്ലല്ലോ, വല്ലപ്പോഴൊക്കെ അല്ലേ നമ്മൾ ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ കഴിക്കുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തത് കൊണ്ട് ദോഷമില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. എനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ വേണ്ട എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ചേർക്കണ്ട, അല്ലാതെ തന്നെ ഉണ്ടാക്കാം. ഒത്തിരി അങ്ങ് ഫ്ലഫി ആയിട്ട് വരില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഇതുപോലത്തെ ഒരു കയ്യിൽ ഒന്ന് എണ്ണയിൽ കോരി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമാണ് ഈ ഒരു മാവ് കോരി ഒഴിക്കേണ്ടത് കേട്ടോ. മാവ് കോരി ഒഴിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് പതുക്കെ അതൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. അപ്പം ഞാനിന്നിപ്പോൾ ഇവിടെ ഒരു മീഡിയം ടു ലോയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ ഇങ്ങനെ എണ്ണ കോരി ഒഴിച്ച് ഇതൊന്ന് തന്നെ ഇങ്ങനെ വീർത്ത് വരും. ഇനി നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ നിറം ഇതല്ല, ഇപ്പം നമുക്ക് പൂരി പോലെയൊക്കെയാണ് തോന്നുക. ഇത് നല്ല ആ നെയ്യപ്പത്തിൻ്റെ ഒക്കെ ആ ഒരു കളറുണ്ടല്ലോ, ആ ഒരു കളറിലോട്ട് വരും. അതുവരെ നമുക്കൊന്ന് തിരിച്ചു മറിച്ചിടാം. അങ്ങനെ നിറമൊക്കെ മാറി നല്ലൊരു ഭംഗിയുള്ളൊരു നിറമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ ആക്കണമെന്ന് ഒരു നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും ചെയ്യാനുള്ള ക്ഷമയൊന്നുമില്ല, അതായത് ഇങ്ങനെ കോരി ഒഴിക്കൊക്കെ വേണ്ടേ, അത് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മാവ് ഇച്ചിരി കട്ടിയായിട്ട് എടുത്തിട്ടാണെങ്കിലും നമുക്കത് കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് വറുത്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പം ഇങ്ങനെ അങ്ങ് എടുത്തു എന്ന് മാത്രം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അങ്ങ് ചെയ്യാമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം.
അങ്ങനെ ഇതാ നമ്മുടെ അപ്പം ഞാൻ പല ഷേപ്പിലൊക്കെ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ എല്ലാവർക്കും അങ്ങനെ ഷേപ്പ് അങ്ങനെ വേണമെന്നൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പല രീതിയിലൊക്കെ ആക്കിയെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു അപ്പം എന്ന് പറയുന്നത്. ഇപ്പം ഷേപ്പിലല്ലല്ലോ കാര്യം, നമ്മൾ പറയത്തില്ലേ പുറമേ കാണുന്നതിലല്ലല്ലോ കാര്യം, അതിൻ്റെ ഉള്ളൊക്കെ നല്ല ഭംഗിയായിട്ട് ടേസ്റ്റി ആയിട്ട് ഇരിക്കണ്ടേ. അപ്പോൾ ഇതാ നമ്മുടെ അപ്പം ഇവിടെ റെഡിയാണ്. ഇതിനു വേണ്ടി വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട. ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദ, ഇനി അതും അല്ല എന്നുണ്ടെങ്കിൽ റവ, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ്. ഇതെല്ലാം വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ചൂട് ചായക്കൊപ്പം ഇതൊന്നും മതി. നല്ല ഉഗ്രൻ ടേസ്റ്റാണ്. എല്ലാവരും മറക്കാതെ ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എണ്ണ കുടിക്കുമ്പോൾ എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. പിന്നെ എണ്ണയിൽ വറക്കുന്നതാണ്, അത്യാവശ്യം എണ്ണയൊക്കെ കാണും. എങ്കിൽ പോലും ഇതിനകത്ത് കുറച്ച് ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് അതിലത്തെ എണ്ണയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും കുഴപ്പമൊന്നുമില്ല, അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം അറിയിക്കുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.